എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുത്തൂരാൻ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുതിയതരം ഒരു ബീഫ് കറിയാണ്. പല ബീഫ് കറികളും നിങ്ങൾ കണ്ടു കാണും, പല യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൂടെയും എല്ലാം നിങ്ങൾ അത് കണ്ടു കാണും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാം, നല്ല രുചികരമായ ബീഫ് കറി ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് കാണാം. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഈ ചെറിയ പാൻ എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിനകത്ത് ഒരു 5-6 കടുവിട്ട് പൊട്ടിക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ബീഫൊക്കെ നല്ലപോലെ അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം. ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില എന്നിവയെല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ കിടുകിടാ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 അല്ലെങ്കിൽ 3 വറ്റൽ മുളക് ഇട്ട് വഴറ്റണം. വീട്ടിൽ പിടിച്ച മല്ലിയാണ്, നമ്മൾ ഉണക്കി വെച്ചിരുന്നതാണ് എല്ലാം. അത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് പച്ച മല്ലിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനകത്ത് ഗ്രാമ്പു, ഏലക്ക, പട്ട ഒക്കെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് വഴറ്റി. മെയിൻ പരിപാടി, നമ്മളിതെല്ലാം ഇങ്ങനെ വഴറ്റി വെച്ചതിന് ശേഷം നമ്മളിതെല്ലാം ഇട്ട് മിക്സിക്കകത്തിട്ട് ഒരു 2 റൗണ്ട് അങ്ങ് അടിച്ച് കുഴമ്പ് പരുവത്തിലാക്കണം. നമുക്ക് കൊച്ചുള്ളിയൊക്കെ ഇങ്ങനെ ഇവിടെ ഫ്രോസണായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നാട്ടിലെ കാര്യമൊക്കെ എന്ന് ആലോചിക്കുമ്പോൾ എന്തൊരു കൊതിയാവുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ഫ്രോസൺ ഐറ്റംസേ കിട്ടത്തുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും കൂടി ഇട്ട് വഴറ്റുക. കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഇച്ചിരി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി, ഒരു ശകലം നിറത്തിന് വേണ്ടി കാശ്മീരി ചില്ലി ഒഴിച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിപ്പിച്ചിട്ട് അടപ്പേ തന്നെ, കുക്കറിലൊന്നും അടിക്കരുത്, അടപ്പേ തന്നെ ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇതിനകത്ത് തട്ടി ഒന്നും കൂടെ തിളപ്പിക്കുമ്പോൾ നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം ഇതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റിൻ്റെ നിങ്ങൾ എങ്ങനെ ചെയ്ത് നോക്കിയിട്ടെന്നോ കമൻറ്റിൽ രേഖപ്പെടുത്തും. ഇങ്ങനെ അങ്ങോട്ട് വെട്ടിത്തിളയ്ക്കുന്ന ഇറച്ചിക്കറിക്കകത്ത് നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് ചീനിയും കൂടെ അങ്ങോട്ട് വേടിച്ച് വെച്ച് അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ സക്കേ. ചീനി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചീനിക്കകത്തോട്ട് നല്ല കാന്താരി മുളകും ഇച്ചിരി വെളിച്ചെണ്ണയും തേങ്ങയും കൂടി ഇട്ട് അങ്ങോട്ട് കുഴച്ച് വെച്ചേക്കുകയാണ്. അതിനകത്തോട്ട് നമ്മുടെ ആ ഇറച്ചിക്കറിയും കൂടെ ഒഴിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം.